കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പും സ്നേഹവും ഐക്യതയൊക്കെ നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു കേരളം. അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന നാടായിരുന്നു കേരളം. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഓരോ വർഷം കഴിയും തോറും ഡിവോഴ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ടാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹേതര ബന്ധമാണ്. ഇവിടെ പുരുഷൻ സ്ത്രീയെ കുറ്റം പറഞ്ഞതുകൊണ്ടോ സ്ത്രീ പുരുഷനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ണുപൊത്തിയിരിക്കാൻ കഴിയത്തില്ല എന്ന് കരുതി ഒരാൾ വിചാരിച്ചത് കൊണ്ടൊന്നും ലോകം പാടെ നന്നാകാനും പോകുന്നില്ല. ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് എത്ര പേരുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളതോ ഒരു പുരുഷൻ എത്ര പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നോ ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ ഒരു വിഷയമുള്ള കാര്യമല്ല. വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പല കാര്യങ്ങളിലും പല ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ വിവാഹശേഷം പങ്കാളിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാറില്ല. അവർക്ക് കുട്ടികളുണ്ടെന്നിരിക്കെ അവരത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കാതെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ പോലും അവർ ആ ബന്ധം വേർപ്പെടുത്താറാണ് പതിവ്. പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ നാടിനൊരു ചിട്ടക്കൂടുണ്ട്. എന്താണ്, വിവാഹേതര ബന്ധം ഉണ്ട് പിടിക്കപ്പെട്ടാൽ പോലും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം, മക്കൾക്ക് വേണ്ടി സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ളത് കണക്കാക്കി കുടുംബക്കാരുടെ മുന്നിൽ നാണം കെടും എന്നതോർത്ത് ഇവിടെ സംഭവിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവനവൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ധരിപ്പിച്ചുകൊണ്ട് അഭിനയിച്ച് തകർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിനകത്ത് യാതൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവത്തുമില്ല. വിവാഹമോചനവും വിവാഹത്തിന് ശേഷം രണ്ടാമത് കല്യാണം കഴിക്കുന്നതും വിവാഹമോചനം കഴിഞ്ഞിട്ട് വീണ്ടും വിവാഹിതരാകുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും ആ ഒരു കെട്ടുറപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ പുറത്തു കിടക്കുക എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് ഇപ്പോഴും. ചിലരുടെയെങ്കിലുമൊക്കെ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പാടെ വേർപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും മക്കൾക്കെന്ന വ്യാജാനയും ഒക്കെ ജീവിക്കുന്നവരെ കാണാൻ കഴിയും. ഈ വിവാഹേതര ബന്ധങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് പൊട്ടിമുളച്ചതൊന്നുമല്ല. ഇത് വിവാഹം നിലനിൽക്കുന്ന കാലം മുതൽ, എന്ന് നിലവിൽ വന്നു അന്നത്തെ കാലം മുതലേ വിവാഹേതര ബന്ധവും ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഒരുപാട് കാലങ്ങൾക്ക് പുറകിലോട്ട് പോയി ചിന്തിക്കുമ്പോൾ നമ്മൾ ചരിത്ര രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നാട്ടു നടപ്പായിട്ട് കാണുന്നവരും ഉണ്ടായിരുന്നു. മക്കത്തായ വ്യവസ്ഥതയും മരുമക്കത്തായ വ്യവസ്ഥതയൊക്കെ നിലനിന്നിരുന്ന കാലത്ത് ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. പക്ഷെ അന്ന് പുരുഷന്മാർക്കായിരുന്നു വിവാഹേതര ബന്ധങ്ങൾ കൂടുതലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചൊരു പുരുഷൻ വിവാഹം കഴിക്കാത്ത നിൽക്കുന്ന, ഇപ്പം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു പുരുഷന് വേണമെങ്കിൽ നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് സ്ത്രീയെ വിവാഹം കഴിക്കാം. അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളതല്ല, അവരെ രണ്ടാം സ്ഥാനം നൽകി കൊണ്ടു നടക്കാൻ. ചിലപ്പോൾ അത് ആരും അറിയണമെന്നില്ല, ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ടും അത് അംഗീകരിച്ചിരുന്നു അന്ന്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ രണ്ടുപേർക്കും കുടുംബം ഉള്ളതായിരിക്കും. ആ കുടുംബം രണ്ടും തകരുന്ന അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് പുരുഷന്മാരുടെ പേരിൽ മാത്രമേ ഇങ്ങനെയൊരു കാര്യം ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതലും. പക്ഷേ ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച്, ഇന്ന് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്ക് മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ മലയാളികൾ കൂടുതലും വിദേശത്തുള്ളവരെ അലങ്കരിക്കുന്നത് തുടരുന്നതാണോ എന്നറിയത്തില്ല നമുക്ക്. എന്തു തന്നെയായാലും ഇന്ന് സ്ത്രീകളും അതിന് ഒട്ടും പുറകിലല്ല എന്നുള്ളത് നമുക്ക് നിയമപരമായി ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുടുംബ കോടതികളിൽ ചെന്ന് കേസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവാം. എന്ന് കരുതിയിട്ട് എല്ലാവരെ പറ്റിയല്ല നമ്മളിവിടെ പറയുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളും നമ്മുടെ ചുറ്റും കാണപ്പെടുന്നു എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ജീവശാസ്ത്രം തന്നെയാണ്. മനുഷ്യനെന്ന് പറയുന്ന വ്യക്തിത്വം ഒരിണയോട് മാത്രം പറ്റിച്ചേർന്ന് ഇരിക്കുന്നതല്ല എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ജീവശാസ്ത്രം എന്നൊക്കെ പറയുമ്പോഴും അതിനെ തടയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിനൊക്കെ കോട്ടം തട്ടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സ്വന്തം പങ്കാളിയെ ചതിച്ചു എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നാം, വിഷമം തോന്നാം. പക്ഷെ അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനഃശാസ്ത്രം പറയുന്നത് ഇവിടെ 2 തരത്തിലുള്ള വിവാഹേതര ബന്ധങ്ങൾ ഏർപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ ഒന്നാമത്തെ വൈകാരികപരമായ ബന്ധവും രണ്ടാമത്തെ എന്ന് പറയുന്നത് ശാരീരികമായ ബന്ധവുമാണ്. വിവാഹം കഴിഞ്ഞിട്ടും പങ്കാളിയിൽ നിന്ന് ഒരു സുരക്ഷിതത്വമോ സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ ഒരു സുഹൃത്തിനെ തേടാറുണ്ട്.
ആ സുഹൃത്ത് ചിലപ്പോൾ ഇവരെ സ്നേഹത്തിലും പരിഗണനയിലും ഒക്കെ ആയിരിക്കും ഇവരെ കാണുന്നത്. അപ്പോൾ അവർ അതിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്, അവർ അതിലേക്ക് അവരുടെ മനസ്സ് കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ വൈകാരികമായ ബന്ധം എന്ന് പറയുന്നത്. സ്ത്രീകളാണ് ഇത്തരത്തിൽ കാണപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടാൻ കൂടുതലും ആഗ്രഹിക്കുന്ന സ്ത്രീകളാണല്ലോ. ഭർത്താവിൻ്റെ തിരക്കുകൾക്കിടയിൽ തന്നെപ്പറ്റി ചിന്തിക്കാൻ ഭർത്താവിനെ പറ്റുന്നില്ല, തൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല, തൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചു തരാൻ കഴിയുന്നില്ല, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും അവർ വൈകാരികപരമായിട്ട് വളരെ വിഷമത്തിലാവുകയും ആ സമയത്തായിരിക്കും ഏതെങ്കിലും ബന്ധത്തിൽ അവർക്ക് ചെന്ന് ചാടിക്കൊടുക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് കൂടുതലും കാണപ്പെടുന്നത് വിവാഹ ജീവിതത്തിൽ ലൈംഗികമായ സംതൃപ്തി കുറയുന്ന സമയത്തായിരിക്കും അവർ ഇത്തരം ബന്ധങ്ങളിൽ ചെന്നുവിടുന്നത്. ഇതിന് നമുക്കിവിടെ ഫിസിക്കൽ അഫെയർ എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞത് പലർക്കും പല രീതിയിലാണ് കേട്ടോ. ഫിസിക്കൽ അഫെയർസുള്ള സ്ത്രീകളും ഉണ്ട്, ഈ പറയുന്ന കണക്ക് ഇമോഷണൽ അഫെയർസുള്ള പുരുഷന്മാരും ഉണ്ട്. എന്തു തന്നെയായാലും പങ്കാളിയുടെ ആവശ്യങ്ങൾ എതിർ നിൽക്കുന്ന കക്ഷി അംഗീകരിക്കാതെ വരികയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്ന സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെട്ടിരുന്നത്. എന്നാൽ എല്ലാ കേസിലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചിലതൊക്കെ അടിസ്ഥാനപരമായി ചിലരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതും ആകാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തെ നോക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള അവസരങ്ങൾ കൂടുതലാണ്. സ്വന്തം പങ്കാളി അറിയാതെ മറ്റുള്ളവരോട് നമുക്ക് അടുത്തിടപഴകാനുള്ളൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത ഏറെയാണ്. ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ആരോട് വേണമെങ്കിലും ചാറ്റ് ചെയ്യാനോ സംസാരിക്കാനോ വീഡിയോ കോൾ ചെയ്യാനോ ഒക്കെ കഴിയും. അതുപോലെ തന്നെ പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് സ്ത്രീ ആയാലും പുരുഷനായാലും യാത്ര ചെയ്യുന്നവരാണ്, സമൂഹത്തിൽ ഇടപഴകുന്നവരാണ്, ജോലി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ വരുന്ന, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന, കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിലോട്ട് ചെന്ന് പെടുമ്പോഴോ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ മാനസിക പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഇതിന് പുറകെ വരുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഒറ്റപ്പെടുന്ന വേളകളിൽ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, ആരും കേൾക്കാനില്ല, ആരും കരുതാനില്ല, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനില്ല എന്നുള്ളൊരു സാഹചര്യത്തിലായിരിക്കുമല്ലോ ഇങ്ങനെ ചെന്ന് പെടുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തെ നോക്കുമ്പോൾ കൂടുതലും ഇതൊക്കെ മുതലെടുക്കുന്നവരെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ആരുടെ ഭാഗത്ത് തെറ്റ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട ആവശ്യം വരത്തില്ല. കാരണം നമുക്കറിയാൻ പറ്റും അത് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണെന്ന്. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് അന്യ സ്ത്രീയുടെ പുറകെ പോകുന്ന പുരുഷനും അന്യൻ്റെ കിടപ്പറയിലേക്ക് പോകുന്ന സ്ത്രീയും ഒരുപോലെ കുറ്റക്കാർ തന്നെയാണ്. ഇവിടെ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ പരസ്പരമുള്ള സംസാരത്തിലൂടെ തങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്താണ് ആവശ്യകത എന്ന് പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറെക്കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റും. ഞാൻ ആ 3-4 ദിവസം മുന്നേ ഇട്ട ഒരു വീഡിയോയുടെ അടി വന്ന കമൻറ്റ് നോക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ കൂടുതൽ പേരും അതിനെ അംഗീകരിച്ചുകൊണ്ട് ആണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ഷാനി ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്, ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതാണ്, പ്രത്യേകിച്ച് ഇനി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ വന്ന കമൻസും കൂടെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് സ്റ്റഡി നടത്തണമെന്ന് തോന്നിയതാണ് കേട്ടോ. ഇവിടെ പലപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലതും വന്ന് ഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദൂരെ ഇരിക്കുന്ന ഭർത്താവിന് ചിലപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ഭാര്യയെ എത്രത്തോളം കെയർ ചെയ്യാൻ, എത്രത്തോളം അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കാൻ തിരക്കിനിടയിൽ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് സാമ്പത്തിക ആവശ്യങ്ങളാണെങ്കിൽ മറ്റു ചിലർക്ക് ശാരീരിക ആവശ്യങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് മാനസിക ആവശ്യങ്ങളായിരിക്കാം. ഇത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോംവഴി എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാനസികമായിട്ട് വിഷമം വന്നിരിക്കുന്ന വേളകളിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ നിരാശ കടന്നുകൂടിക്കഴിഞ്ഞാൽ അവർക്ക് കുടുംബജീവിതത്തിൽ ലൈംഗികമായ കാര്യങ്ങളിൽ താല്പര്യം കുറയാറുണ്ടെന്ന് സൈക്കോളജി പ്രകാരം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് പരസ്പരം സംസാരിച്ച് ആ പ്രശ്നത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പകരമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്ത് പോകുന്നതിന് പകരം, വിദേശ രാജ്യമാണെങ്കിലും ഭാരതമാണെങ്കിലും കുടുംബജീവിതത്തിൽ ഭാര്യയോ ഭർത്താവോ വഞ്ചിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ കരുതലോ ഐക്യതയോ ദൃഢതയോ ഒന്നും ഉണ്ടാവത്തില്ല. അത് വേദനാജനകം തന്നെയായിരിക്കും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, എല്ലാവരുടെയും കാര്യമല്ല ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുമായിട്ട് അടുത്തിടപഴകി കഴിഞ്ഞാൽ നമുക്കിതൊക്കെയും മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നമുക്കിടയിൽ കൂടി വരികയാണ്.
ഇവിടെ കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദം ഏൽക്കുന്നത് കുട്ടികൾക്കാണ്. ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന കുട്ടികൾക്കാണ്. അവരും ഇതേ പാതയിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും രൂക്ഷമായ പാതയിൽ പോകും. കാരണം ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൽ നിന്ന് സ്നേഹവും കരുതലും കിട്ടേണ്ട സ്ഥാനത്ത് ആ കുട്ടി എപ്പോഴും കാണുന്നത് വഴക്കും വയ്യാവേലിയുമാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മനസ്സിൽ പതിയും. ആ കുട്ടിയും അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളിലേക്കും വഴുതി പോയെന്ന് വരാം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്.